സീനിയർ ടീമിൻ്റെ കാര്യം തന്നെ എടുത്താൽ അശ്വിനും രവീന്ദ്ര ജഡേജയൊക്കെ പോലുള്ള കളിക്കാർ ഒണ്ടേ കളിക്കാൻ പറ്റാതെ പുറത്തിരിക്കുകയാണ്. അജിങ്ക്യ രഹാനെ എന്ന് പറയുന്നത് ബാറ്റ്സ്മാന് ഒണ്ടേ ടീമിൽ പ്ലേസ്മെൻ്റ് ഇല്ല. 15 ടീമിലുണ്ടെങ്കിൽ പോലും പ്ലേയിങ് 11 കളിക്കാൻ പറ്റില്ല. അത്ര മത്സരമാണ് ടീമിലേക്ക് വരാൻ അല്ലേ? ഈ മത്സരത്തിനിടയ്ക്ക് എങ്ങനെയാണ് സഞ്ജു സാധ്യത കാണുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഭയങ്കര ഒരു ചാലഞ്ചാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് തന്നെ ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന ഒരു ഇന്ത്യൻ ടീം എന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ പോലെ ശരിയാണ്. ബാറ്റിംഗ് ഓർഡറിലും ബോളിങ്ങിലും ഭയങ്കര പ്രഷറും ഭയങ്കര ചാലഞ്ചിങ് ആണ്. 2 മാച്ച് പെർഫോം ചെയ്യില്ലെങ്കിൽ അടുത്ത ഒരാൾ കാത്തിരിക്കണം അടുത്ത ആ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു റോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ വിക്കറ്റ് കീപ്പറായിട്ടാണ്. അപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി കളിക്കണമെന്നുള്ള അത്ര നാൾ കളിക്കട്ടെ. നമുക്കൊരിക്കലും ആ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമമില്ല. കാരണം എനിക്കെപ്പോഴും ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിയുടെ കൂടെ കളിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഒരു മാച്ച് എന്തോ കളിച്ചിട്ടുണ്ട് പുള്ളിയുടെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന്. എൻ്റെ ഒരിതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന മാച്ചസ് എല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ പോലെ ബോർഡ് 11 മാച്ചിൽ ഒരു അവസരം കിട്ടി, അവിടെ നല്ലപോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ അവർക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. സെലക്ടേഴ്സിനൊക്കെ ആ സഞ്ജു പെർഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ 600-700 റണ്ണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന മാച്ചസ്, ഇനിയും വരുന്ന ടൂർണമെൻറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്താൽ ഞാൻ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി. അത് തന്നെ പറയണം. ഇപ്പം ടെസ്റ്റ് ടീമിലാണെങ്കിൽ സാഹയാണ്, വൺഡേയിലും T20യിലും MS ധോണിയുണ്ട്. കീപ്പർമാരുടെ ഒരു പടയും ഇങ്ങനെ നിരന്നിട്ടുണ്ടെന്നില്ലേ? ഋഷഭ് അടക്കമുള്ള ഒരു സംഘമുണ്ട്. നല്ല ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കും. ഹെൽത്തി കോമ്പറ്റീഷനാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ 100 അടിച്ചാൽ ഇപ്പോൾ പോരാ, 200 തന്നെ അടിക്കണമെന്നാണ് ഇപ്പോൾ. അപ്പോൾ അത്രയും നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മളൊരു പ്ലെയറായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 അടിച്ച ഉടനെ ടീമിലൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു റോളിലോട്ട് വരണമെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലെയറായിട്ട് വളരണം. അപ്പോൾ എന്തായാലും നല്ല കുറേ പോസിറ്റീവ്സ് ഉണ്ട് അതിൽ.